പോവാ അതെ ഉറക്കത്തില് ഉറക്കത്തിൽ കൊണ്ട് അടിക്കാനാ അടുത്ത ആഴ്ച പറ്റില്ലല്ലോ ഞാൻ പിടിക്കവാ ഇല്ല അവര് സമ്മതിക്കില്ല. കഴിഞ്ഞ ഞാൻ ചോദിച്ചപ്പോ കുട്ടിന്റെ അമ്മ എന്നെ പിടിക്കണം. അപ്പൊ പിന്നെ അത് അറിയാലോ. പിന്നെന്താണ് ഇഞ്ചക്ഷൻ എല്ലാ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഓരോ ഇതേ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എടുക്കില്ല. ഭാവിച്ചെടുക്കണ്ട ചിങ്ങൂരിനല്ലേ എടുക്കുന്നത്. ആണെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയിട്ട് അടിച്ചോ. വാ പറയുന്നൊക്കെ എനിക്ക് ഞാൻ ഉറങ്ങട്ടേക്ക് ഉറപ്പില്ല. ഗൈസ് ഇതുപോലെയാണ് വീട്ടിൽ നിങ്ങളും പോളി എടുക്കാൻ പോകുമ്പോൾ പോളി എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെയാണ്. വാടാ കുഞ്ഞോ എനിക്ക് വാടാ കുട്ടിനെ ഞാൻ എടുക്കവാ. ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് കുട്ടീനെ എടുത്തിട്ട് ഇരിക്കണം. അവിടെ പോയിട്ട് അവര് സമ്മതിക്കണേ ഞാൻ ഇരിക്കവാ. അവര് സമ്മതിക്കില്ല. പിന്നെന്താണ് ഇവിടെ തന്നെ ആയുള്ളൂ. വല്ല പെണ്ണുങ്ങൾ മാത്രം അമ്മമാര് മാത്രം കുട്ടികളെ അമ്മമാർക്ക് ധൈര്യം വരാൻ വേണ്ടിട്ടാണ്. ഇത് ധൈര്യമൊന്നുമില്ല. കുട്ടികളെ കഴിയുമ്പോ ആയിരിക്കും സഹിക്കുക. അതൊക്കെ അങ്ങനെ തന്നെ. എന്താ എനിക്കെന്ത് ചിങ്ങോട്ട് കരയുമ്പോ ഞാൻ ചിരിച്ചിട്ടിരിക്കും. ചിങ്ങടുവിന് പോളിയോടെ എന്താ വാക്സിൻ എടുക്കാൻ വേണ്ടി ചിങ്ങടുവാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് വണ്ടിയിൽ ഉറക്കമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എണീറ്റു. അപ്പം ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകണം. 12:10 12:30 വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞപ്പോൾ വേഗം പോയി വാക്സിൻ എടുക്കണം. പുലർച്ചെ 4 വരെ കളിക്കുകയാണ് പണി. പിന്നെ ഒന്നാമത് ഞങ്ങൾ 2-3 ആഴ്ചയായി വീടിൻ്റെ അടുത്തുള്ള ആശാവർക്കർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പോകാൻ പറ്റാതെയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ആഴ്ച എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈം തന്നെയാണ്. ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അവ. അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോയി. ചിങ്ങട് കണ്ട പകുതി ഉറക്കത്തിലാണ്. ഇപ്പോൾ ഉള്ളിൽ പോയിട്ട് എന്താണാവോ അവസ്ഥ എന്നറിയില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ പ്രാഗിക്കൊണ്ടിരിക്കുക. ബേബിക്ക് മനസാക്ഷിയില്ല. എന്താണ് ക്രൂരനാണ്, എന്തൊക്കെയോ പറയുന്നത്. ഞാൻ എന്താ ചെയ്യുക? സംഭവം വാക്സിൻ എടുക്കുക തന്നെ വേണ്ടേ? ഏസപ്പം എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് പോട്ടെ. ഉള്ളിൽ പോയിട്ട് വാക്സിൻ എടുക്കട്ടെ. പാവച്ച് ഇങ്ങനെ നോക്കി ഇപ്പൊ കുറച്ച് തന്നെ കരച്ചിലായിരിക്കും. അതാണ് വണ്ടി കയറി അതാണ് ചാടി എണിക്കണത്. പാവം. ഏസപ്പം എന്തായാലും ഉള്ളിൽ പോവാ. പോളിയോ കഴിഞ്ഞ ഒരാളിറങ്ങി. പക്ഷെ എന്തോ കഴിഞ്ഞ വർഷത്തെ വെച്ച് വലിയ കുഴപ്പമില്ലല്ലേ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 അല്ലേ? 2 തൊടയിലായിരുന്നു. ഞാൻ പക്ഷെ ഒരു തൊടയിൽ കുത്തുന്ന കണ്ടത്. അതായത് നീര് കിട്ടിയത്. ഒരു ഇഞ്ചക്ഷന് 2 തൊടയിൽ പതിപ്പതിട്ടാണോ തോന്നുന്നു അല്ലേ? വേറെ പറയുന്നു കിട്ടുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ. പക്ഷെ ആ കയ്യിൽ കുത്തിയപ്പോൾ ഫസ്റ്റ് കുത്തിയപ്പോൾ ആൾക്കൊരു റിയാക്ഷനും ഇല്ല. അപ്പോൾ ഇത് ബോബുവിന് കാണിച്ചു കൊടുക്കുക. അവിടെ ബോബു നിൽക്കുന്നുണ്ട്. ഇവിടെ ബോബു നിൽക്കുന്നതിന് നോക്കിയിട്ട് കളിക്കാം.
അപ്പം എന്തായാലും ഞങ്ങളിതാ വണ്ടീൻ്റെ അവിടെ എത്തി. വലിയ കുഴപ്പമില്ല ചിങ്കിടിന്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ചിങ്കിടും ഇങ്ങനെ നോക്കുന്നുണ്ട്, കരയുമ്പോൾ അവരിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മറ്റേ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ എത്ര ml കൊടുക്കണം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുണ്ട് ഇത് വന്നിട്ട് 4 ml കൊടുക്കണം ആവശ്യമില്ല, പനീൻ്റെ നോക്കിയിട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ലോവേ പനിയൊന്നും വരില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയാറുണ്ടായിരുന്നു പനി വരും എന്തായാലും പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം പനി അധികം വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ലോവേ. അപ്പം എന്തായാലും നോക്കാം നമുക്ക്. വാക്സിൻ അടിച്ചതിൻ്റെ ഇതൊക്കെ ഒന്ന് മറന്നു തോന്നുന്ന ആള് ഇപ്പോൾ കുറച്ച് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വേദനൻ്റെ ഇല്ല കേട്ടോ, ഇത് വേറെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുപ്പിയിലേ. അതായത് കുട്ടീൻ്റെ കുപ്പിയിലാക്കി കൊടുത്താൽ കുടിക്കില്ല, അങ്ങനത്തെ കുപ്പിയിലൊക്കെ വെള്ളം വേണം. അത് വേറെ എന്തോണ് ആണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ആരും ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല കേട്ടാ ലോവേ. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡും കാര്യങ്ങളും കഴിക്കാൻ. ചിങ്കിളിനും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഞങ്ങൾ കൊടുക്കണം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ പോളിയോ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് കുറേ ദിവസമായിട്ട് എന്താണ് അതായത് ഏകദേശം പോളിയോ എടുക്കാൻ ഡേറ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. വാവച്ചിക്ക് ടെൻഷനായിരുന്നു. പോളിയോ എടുക്കണ്ട പറഞ്ഞു. പക്ഷെ എടുക്കണ്ട പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ടൈമിന് എടുക്കുകയും വേണം. പിന്നെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനും പറ്റില്ല, കാരണം ഓരോരോ മാസക്കണക്കിലാണല്ലോ ഈ പോളിയോയും കാര്യങ്ങളൊക്കെ എടുക്കണത്. അപ്പോൾ എന്താണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പോളിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളും വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ വാവച്ചി ഒരിത് കാണിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കത് ഇല്ലാണ്ടല്ല, പക്ഷെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കണം പറയും. അപ്പോൾ അതുപോലെയാണോ നിങ്ങളും എന്ന് എല്ലാവരും അങ്ങനെയുള്ളവർ കൂടുതൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഞങ്ങൾക്ക് എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടാവും അറിയാനുള്ളൊരു ഇതുകൊണ്ട് ഗൈസ്. അപ്പം ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.